എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ നിലയത്തിൽ ഡിങ്കി ബോട്ടിൽ ഘടിപ്പിക്കുന്ന അതാണ്ട് ഈ കാണുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ ഒരു വിശേഷമാണ്. നമ്മൾ ബോട്ടിൽ ഘടിപ്പിക്കാത്ത സമയങ്ങളിൽ ഈ കാണുന്ന രീതിയിലാണ് ഇത് ഡെയിലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒരു സ്റ്റാൻഡാണ് നമുക്ക് ഔട്ട്ബോർഡ് എഞ്ചിനോട് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്റ്റാൻഡിൽ വെച്ച് നമുക്ക് ഡെയിലി സ്റ്റാർട്ട് ചെയ്യാൻ ഔട്ട്ബോർഡ് എഞ്ചിൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നിലയത്തിലെ ലീനും എന്നാലിപ്പോൾ ശാസ്താംകോട്ട നിലയത്തിൽ വർക്ക് ചെയ്തതുമായ ജയപ്രകാശ് എന്ന ഡ്രൈവറുണ്ട്. ഇദ്ദേഹം എൻ്റെ കൂടെ പണ്ട് ചവറ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ശാസ്താംകോട്ട നിലയത്തിൽ ഈ ഔട്ട്ബോർഡ് എഞ്ചിൻ ഒരു ഫിറ്റിങ്സ് ഉണ്ടാക്കി ആ ഫിറ്റിങ്സിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹം നമുക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് അതുപോലെ ഫിറ്റിങ്സ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒട്ടുമിക്ക എല്ലാ ഫയർ സ്റ്റേഷനിലും OB എഞ്ചിനുണ്ട്. അത് ഈ രീതിയിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 4x2 5 അടിയുടെ ഒരു പൈപ്പും 5x5 2 പ്ലേറ്റും 8 ഹാങ്ങർ ബോൾട്ടുമാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ 5 അടി പൈപ്പ് നമ്മൾ 2.5 അടി വെച്ച് 2 പീസായിട്ട് മുറിച്ച് മാറ്റി. അതിനുശേഷം അതിൽ ഒരു പീസിനെ നമ്മൾ സപ്പോർട്ടിംഗ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ ഭിത്തിയിൽ നിന്ന് 1/2 അടി അകലം കിട്ടുന്ന രീതിയിൽ 45 ഡിഗ്രിയിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളത് ആ 2 പീസ് കൂടെ ചേർത്ത് വെച്ച് L ഷേപ്പിൽ 90 ഡിഗ്രിയിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ 4 വശവും നല്ല വൃത്തിയായിട്ട് വെൽഡ് ചെയ്തെടുത്തു. നമ്മൾ വലിയ പ്രൊഫഷണൽ വെൽഡറൊന്നും അല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മുടെ കൊച്ചു പരിപാടികൾക്ക് വേണ്ടി നമ്മൾ വെൽഡിംഗ് മെഷീൻ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ പോരായ്മകളില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ജോയിൻ്റ് എല്ലാം നമ്മൾ വൃത്തിയായിട്ട് എല്ലാ ഭാഗവും വൃത്തിയായിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുത്തു. ഈ ഫിറ്റിങ്സൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണേ. അപ്പം നമ്മളിത് സ്റ്റേഷനിൽ കൊണ്ടുണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഈ വെൽഡിംഗ് മെഷീനും മറ്റുള്ള ടൂൾ ബാഗുകളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അത് സ്റ്റേഷനിൽ കൊണ്ടുപോകാനാണ് തീരുമാനം. അപ്പോൾ എൻ്റെ ഡൂഡുവും പറഞ്ഞു, അത്തച്ചേ നമുക്കിത് ഷൂട്ട് ചെയ്ത് നമുക്ക് റീലാക്കാം അത്തച്ചേ. അങ്ങനെ എൻ്റെ ഡൂഡുമോനാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വീഡിയോയ്ക്ക് കണ്ടേക്കാം. അതിനുശേഷം നമ്മൾ 5x5 2 പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ L ഷേപ്പ് വെൽഡ് ചെയ്ത പീസിൻ്റെ ഭാഗത്ത് 5x5 1 പ്ലേറ്റും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന 2.5 അടിയുടെ 4x2 രണ്ടാമത്തെ പീസ് ഇതിൽ ആ L ഷേപ്പ് പീസിനോട് ചേർത്ത് വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ പ്ലേറ്റ് ആ രണ്ടാമത്തെ പീസിൽ ആദ്യത്തെ പീസ് ഘടിപ്പിച്ചിരിക്കുന്ന അതേ വശത്ത് തന്നെ വെൽഡ് ചെയ്ത് നല്ല രീതിയിൽ ഉറപ്പിക്കുക. ഈ സപ്പോർട്ടിംഗ് പീസ് ഭിത്തിയിൽ നിന്ന് കൃത്യം 1/2 അടി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മുകളിൽ ആ മെയിൻ പീസിനോട് ചേർത്ത് നമ്മൾ വെൽഡ് ചെയ്ത് യോജിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് നമ്മുടെ വാളിൽ തന്നെ വെച്ച് നോക്കി ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എല്ലാം കറക്റ്റാണ്. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് നമ്മളത് കൊണ്ടുപോകാൻ പരുവത്തിൽ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മളത് പാക്ക് ചെയ്തെടുത്ത്. ഞാനിത് വോയിസ് ഓവർ കൊടുത്ത സമയത്തെ പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ടാണ് ഓഡിയോയിൽ ഭയങ്കര ഇരപ്പ് കേൾക്കുന്നത്. ഇനി ഇത് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ട് ഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഘട്ടം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം പിന്നെ എല്ലാ ജീവനക്കാരും ഒരേ മനസ്സോടുകൂടി കൂടി അങ്ങനെ നമ്മുടെ ഫിറ്റിങ്സ് വോളിൽ വെച്ച് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ 10ൻ്റെ ബിറ്റിട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് ആങ്കർ ബോൾട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ 8 ഹോൾ ഉണ്ടാക്കി നമ്മുടെ ഫിറ്റിങ്സ് വൈബ്രേഷൻ കുറയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ അതിന് ഇടയിൽ ഒരു റബ്ബർ വാഷറും വെച്ച് നമ്മളത് ബോൾട്ട് ചെയ്ത് ബലപ്പെടുത്തി. നമ്മളിത് ഫിറ്റ് ചെയ്തത് നമ്മുടെ സ്റ്റോർ റൂമിനുള്ളിലെ വാളിൽ തന്നെ ആയിരുന്നു. ഇതൊരു പാർട്ടീഷൻ വാളായിരുന്നേ. അപ്പോൾ ഈ വാള് ഒരു 4-5 കട്ടയ്ക്ക് പണിഞ്ഞിരിക്കുന്ന വാളായിരുന്നു. നമ്മളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ 2 പേര് ഈ ഫിറ്റിങ്സിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മളിതിൻ്റെ ബലം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 പേരിൻ്റെ മുകളിൽ കയറി നിന്നായിരുന്നു. അന്നേരം യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. എന്നാൽ പണിയെല്ലാം തീർന്ന് ഞങ്ങൾ ഇതിൽ നമ്മുടെ ഔട്ട്ബോർഡ് എഞ്ചിനെടുത്ത് ഘടിപ്പിച്ചു. ഔട്ട്ബോർഡ് എഞ്ചിനെടുത്ത് ഘടിപ്പിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ട് ആകെ പണി പാളി. സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ട് ആ വാള് മൊത്തം ഇരുന്ന് കുലുങ്ങുന്നു. 4 ഇഞ്ചിൻ്റെ വാളായിരുന്നു, പാർട്ടീഷൻ വാളായതുകൊണ്ട്. പിന്നെ ഈ ചെയ്ത പണിയെല്ലാം റിവേഴ്സ് ചെയ്തു. ആ ഫിറ്റിങ്സ് മൊത്തം അവിടെ നിന്ന് ഇളക്കി നമ്മൾ അതിന് ശേഷം ഈ ചെയ്ത ഇതേ പ്രൊസീജിയർ വാഹനം ഇടുന്ന ഗ്യാരേജിനുള്ളിൽ നമ്മളിത് ചെയ്തു. ഇത് 10 ഇഞ്ചിൻ്റെ വാളാണ്. അത് ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ലോഡൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, 2 പേര് കയറി നിന്ന് നോക്കി. അതിന് ശേഷം നമ്മൾ OB എഞ്ചിൻ അതിൽ ഘടിപ്പിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട്, നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇത് നല്ല പവറുള്ള OB എഞ്ചിനാണ്. ഇത് വേണ്ട 40 HP ഔട്ട് തരുന്ന എഞ്ചിനാണ്. അതുപോലെ തന്നെ വേണ്ട 120 കിലോ ഭാരവുമുണ്ട്. നമ്മുടെ ഈ ഫിറ്റിങ്സിന് പുറത്ത് ഇതുപോലെ ചെയ്തു തരാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ ചോദിച്ചത് 3000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഏറ്റെടുത്തത്. നമുക്കാകെ 650 രൂപ കൊണ്ട് ഈ പരിപാടിയെല്ലാം തീർന്നു.
അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ പണിയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഔട്ട്ബോർഡ് എഞ്ചിൻ എപ്പം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.